അപ്പോഴേ നമ്മളെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു സംഭവം കാണിച്ചു തരാൻ പോവാണ്. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും പിന്നെ കുറേ വേസ്റ്റ് ഉണ്ടാവും അടുക്കളയിൽ. ഫുഡ് വേസ്റ്റ്, വേസ്റ്റ് എന്ന് പറയുമ്പോൾ ഫുഡ് വേസ്റ്റ്. അപ്പോൾ ഈ ഫുഡ് വേസ്റ്റ് ഒക്കെ എവിടെയാണ് കളയുക എന്നുള്ള ഒരു അങ്കലാപ്പിലാവും എല്ലാ വീട്ടമ്മമാരും. അപ്പോൾ ഇവിടെ നമ്മളെ വീട്ടിൽ ഒരു ഇതുണ്ട്, നമ്മൾ ഈ വേസ്റ്റ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് നമുക്കൊരു സംഭവം ഉണ്ട് കേട്ടോ. അത് കാട്ടിത്തരാം, വാ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഫുഡ് വേസ്റ്റ് ഡൈജസ്റ്റർ. അപ്പോൾ നമുക്കിത് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു ഉപയോഗത്തിൻ്റെ ഒരു ഇത് ഞാൻ പറഞ്ഞുതരാം. നമ്മളെ അടുക്കളയിലുള്ള എല്ലാ ഫുഡ് വേസ്റ്റ്, ഇപ്പോൾ പച്ചക്കറി അരിയണതാണെങ്കിലും അതേപോലെ മറ്റേ എന്ത് വേസ്റ്റ് ആണെങ്കിലും അത് പ്ലാസ്റ്റിക് അല്ലാത്തത്, നമ്മൾ ഡൈജസ്റ്റ് ആയിട്ട് പോണത്, അലിഞ്ഞു പോണ എല്ലാ വേസ്റ്റും കൊണ്ടുവന്നിട്ട് ഇതിന് നമുക്കിടാം. ഒരു 4 ദിവസം 5 ദിവസമൊക്കെ നമ്മളത് തുടർന്ന് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ ചകിരിപ്പൊടി ഇതിനകത്തേക്ക് ഇടും. ഇത് കഴിഞ്ഞിട്ട് ഇത് നിറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതടയ്ക്കും. പിന്നെ ഒരു സംശയം ഉണ്ടാവും, ഇതെങ്ങനെയാണ് ഇവിടെ ഫിറ്റ് ചെയ്ത് വെക്കുന്നത്. ഇത് കുറച്ച് മണ്ണ് മാറ്റിയിട്ടോ ഇത് നമ്മൾ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ അടിയിൽ ഹോളുണ്ട്. അപ്പോൾ നമുക്ക് ഈ മണ്ണിൽ നിന്നുള്ള പുഴുക്കളൊക്കെ ഇതിനകത്ത് കയറിയിട്ട് ഈ ഒരു വേസ്റ്റ് എന്ത് ചെയ്യുക, ഡൈജസ്റ്റ് ചെയ്തിട്ട് ഇത് വളമാക്കി മാറ്റാം. അപ്പോൾ ഇത് വളമാക്കി കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമ്മൾ ഇവിടെ അതിനൊരു സ്പേസ് ഉണ്ട് നമുക്ക് തുറക്കാൻ വേണ്ടിയിട്ട്. അത് തുറന്നിട്ട് ഇതിനകത്ത് നിന്ന് വളം എടുത്തിട്ട് നമുക്ക് പച്ചക്കറികൾക്കും ചെടികൾക്കും ഒക്കെ ഇടാം. അപ്പം നമ്മൾ അടുക്കളയിൽ നിന്നുള്ള വേസ്റ്റ് പുറത്ത് എവിടെയും കൊണ്ടുപോയി കളയാതെ ഇതിൽ ചെയ്തിട്ട്, ഇതൊരു എയർ ടൈറ്റ് ആണ്, സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒരു പ്രശ്നമില്ല. എന്നിട്ട് നമ്മളിത് വളമാക്കി ഒരു 6 മാസത്തോളം ഒരു കണ്ടെയ്നറിൽ നമുക്ക് ഈ വേസ്റ്റ്, നമ്മുടെ ഫുഡ് വേസ്റ്റ് ഇട്ട് നിറയും. 6 മാസം കഴിയുമ്പോൾ നമ്മളിത് ക്ലോസ് ചെയ്തിട്ട് അടുത്തത് യൂസ് ചെയ്യുക. അപ്പോൾ അടുത്തതിൽ ഒരു 6 മാസം കൊണ്ട് മാത്രമേ ഇത് നിറയുള്ളൂ. ഇത് നിറയുമ്പോഴേക്കും അത് എന്ത് ചെയ്തിട്ടുണ്ടാവും, വളമായിട്ടുണ്ടാവും. അപ്പോൾ വളമായിട്ട് നമുക്കത് എടുത്ത് കളയുക. അപ്പോൾ ഇത് നിറയുമ്പോഴേക്കും അത് കാലിയായിട്ട് വീണ്ടും അത് യൂസ് ആണ്. അപ്പോൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയൊരു ഗുണമായിട്ട് മാറി. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ എന്തായാലും ഒരു 4 ആൾ അറിയിക്കണം എന്നുള്ളത് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഇടണം എന്ന് വിചാരിച്ചത്. വളരെ ഉപകാരപ്പെട്ട ഒരു സംഭവമാണ് ഇത്. നമുക്ക് നമ്മളെ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതാട്ടോ. ചെറിയൊരു എമൗണ്ട് നമ്മൾ പേ ചെയ്തിട്ട് നമുക്ക് നമ്മളെ പഞ്ചായത്തിൻ്റെ ഒരു വാർഷിക പദ്ധതിയായിട്ട് നമുക്ക് കിട്ടിയതാണ്. അപ്പോൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് നമുക്ക് ഉപയോഗിക്കാൻ, എങ്ങനെയാണത് ഉപയോഗിച്ചാൽ എന്താവും എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ വളരെ നല്ല രീതിയിലുള്ള ഒരു ഇതാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇതെല്ലാവരോടും പങ്കുവെക്കണം, ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ഇതാണ് വേസ്റ്റ് ഡൈജസ്റ്റർ. ഇതാണ് ഇതിൻ്റെ ഇതിൽ സ്മെല്ലില്ല, അതേപോലെ ഇതിനകത്ത് എയറൊക്കെ ഉണ്ട് കേട്ടോ. എയറൊക്കെ നമുക്ക് ചെല്ലാം. അങ്ങനെ അതിൽ ഹോൾ ഉണ്ടായതുകൊണ്ട് ഉപയോഗപ്രദം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഓരോന്നായിട്ട് ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്മെല്ലോ, ഒരു ബാഡ് സ്മെല്ലോ ഒന്നും ഉണ്ടാവില്ല. പിന്നെ വളം തന്നെ നമുക്ക് ഇതിലൂടെ കേട്ടോ, നിറഞ്ഞു കഴിഞ്ഞ വളം ഇതിലൂടെ നമുക്ക് എടുത്തിട്ട് കോരി മാറ്റിയിട്ട് നമുക്ക് ചട്ടിയിലൊക്കെ ഇട്ട് ഇതാക്കിയെടുക്കാം. അപ്പം അടുക്കളയിൽ നിന്നുള്ള പരിമിതമായ സ്ഥലത്തുള്ള ആൾക്കാർക്ക് വേസ്റ്റ് ഒന്നും കളയാനില്ലാത്ത സ്ഥലത്ത് ഇത്തരത്തിലുള്ള ഒരു സംഭവം നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ഉപകാരപ്രദമാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.